നന്നായിട്ടുണ്ട്. നല്ല നല്ല പടമാണ്. നല്ല പടം മീൻസ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് മറ്റേ എന്താ പറയുക വലതുവശത്തെ കള്ളം കണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു വേറെ ഒരു ലെവലാണ്. കാരണം പാരലായിട്ട് അന്വേഷിക്കുന്ന ആൾ ഒരു ഫോറൻസിക് വിദഗ്ധയാണല്ലോ. അപ്പോൾ അവർ കണ്ടെത്തുന്നതും ഇയാൾ കണ്ടെത്തുന്നതും ഒരേ ലെവലിലേക്ക് എത്തുന്നതും. പക്ഷേ അതിന് മുന്നേ തന്നെ അവൾ അതിന് യഥാർത്ഥ കൊലപാതകനെ കണ്ട് അവൾ തന്നെ അത് തീർക്കുന്നുണ്ട്. പക്ഷേ ഈ കില്ലറിലേക്ക് എത്തുന്നതിന് മുന്നേ റഹ്മാൻ ചെയ്യുന്നുണ്ടല്ലോ, ഈ ഭാവന ആണ് ഇത് കൊന്നത് റഹ്മാൻ കണ്ടെത്തുന്നതും പിന്നീട് ലാസ്റ്റാണല്ലോ അത് റിവീൽ ചെയ്യുന്നത്. അതൊക്കെ വളരെ ഒരു റയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെയാണ്. നല്ല സൂപ്പർ പടം. അത് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണക്റ്റ് ആവുള്ളൂ. ഫാമിലിക്കൊക്കെ ഒന്നും പറ്റിയൊരു പടമല്ല. നമ്മൾ ത്രില്ലിംഗ് മൂഡ് പടം കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഓഡിയൻസ് എല്ലാവരും കാണുന്നുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കാം. ഞാൻ പറയുന്നേക്കാളും ഞാൻ എൻ്റെ DOP ആണ്. ഞാൻ എൻ്റെ DOP ആണ്. അതെ അതെ അതെ. ഞങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, താങ്ക് യു. നല്ല റെസ്പോൺസ് ആണ്. നല്ല റെസ്പോൺസ് കിട്ടുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കാണൂ, നിങ്ങളെല്ലാവരും കാണൂ. ഞാനെങ്ങനെ പറയാം, ഞാൻ അഭിനയിച്ച ആളല്ലേ. അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. എല്ലാവരും കണ്ടു. രണ്ടുപേരും ഭാവന ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, റഹ്മാനിക്ക് നല്ല രസമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ആ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഏരിയ ആണ്. കണ്ടു നോക്കും. ഫാമിലി ത്രില്ലറാണ്. ഒരു പുതിയൊരു എലിമെൻ്റ് ഉണ്ട് സിനിമയിലുണ്ട്. ഒരു പുതിയൊരു എലിമെൻ്റ് ഉണ്ട്. ഉറപ്പായിട്ടും പോയി കാണണം. ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു ക്ലൈമാക്സ് ആയിട്ട് പറയാം. ഞാൻ ഈ സിനിമയിൽ നീരജ് എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ മലയാള സിനിമയാണ്. ആദ്യത്തെ സിനിമ ലോക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. താങ്ക്സ് ടു റിയാസ് ആൻഡ് സുജിത് DOP. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്ന് കാണും തിയേറ്ററിൽ ഫോർ ദി സൗണ്ട് എഫക്ട്സ് ആൻഡ് മേക്കിംഗ് അടിപൊളിയാണ്. ഒരു കിടലൻ സാധനമുണ്ട് അവസാനം. കംബാക്കായിട്ട് പറയാം, ഉറപ്പായിട്ട് പറയാം. നന്നായിട്ട് തിയേറ്ററിൽ എന്ത് പ്രതീക്ഷിച്ചാണ് ആൾക്കാർ വരേണ്ടത്? ഒരു നല്ല ത്രില്ലർ, ഒരു ഗൂഡാണ്, നല്ലൊരു മിസ്റ്ററി ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഇഷ്ടമാവുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും വർക്കാം. കാണൂ, നിങ്ങൾ കാണൂ, തിയേറ്ററിൽ തന്നെ കാണൂ. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. താങ്ക് യു. പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാവരുടെയും മേക്കിംഗ് ആണെങ്കിലും വൻ പരിപാടിയാണ്. കാണൂ. താങ്ക് യു. അതെ, ഞാൻ കൂടുതൽ പറഞ്ഞു കുളിപ്പിക്കുന്നില്ല. നിങ്ങൾ കാണും. താങ്ക് യു. ഭാവനയും റഹ്മാൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്യൂർലി ഒരു സയൻറ്റിഫിക് ഫിലിമാണ്. അതായത് മെഡിറ്റേഷൻസും കോൺഷ്യസ്നസ്സും ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ പറയും. അപ്പോൾ അത് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് ശരിക്കായിട്ട് ഒരു കേസിലല്ല, സാധാരണ മെഡിക്കൽ ഉറപ്പായ കേസിലാണ്. അങ്ങനത്തെ ഒരു എത്തിക്കൽ കോളേജ് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല ഫിലിമാണ്. പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പെർഫോമൻസ് ലെവൽ എങ്ങനെയുണ്ട്? പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് ഭാവന, സെക്കൻഡ് ഹാഫ് റഹ്മാൻ. രണ്ട് ഇടയ്ക്കുന്നുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല. പ്യൂർലി സയൻറ്റിഫിക് ഫിലിമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നു. ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെയുണ്ടോ? മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പക്കാ സയൻറ്റിഫിക് ഫിലിമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ആക്ച്വലി എൻ്റെ 2 മൂവീസ് ഉണ്ട്. അനോമി, ശുക്രൻ, രണ്ടും ഒരു തിയേറ്ററിൽ ഒരേ ദിവസം കാണാനും എല്ലാവരുടെയും അഭിപ്രായം അറിയാനും പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതെ അതെ. അനോമിയിൽ റഹ്മാൻ അങ്കിളിൻ്റെ മോനായിട്ടും ശുക്രനിൽ ബിംജൻ്റെ ചൈൽഡ്ഹുഡായിട്ടും ചെയ്തിട്ടുണ്ട്. അതെ, ഒത്തിരി അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി സന്തോഷമുണ്ട്. രണ്ട് സിനിമയും കണ്ടിറങ്ങി വരുന്ന ആൾക്കാരുടെ റിയാക്ഷൻസും സംഭവമൊക്കെ കാണുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമുണ്ട്. അല്ല, അനോമി 3 years ബാക്ക് ചെയ്തതാണ് ഞാൻ. ശുക്രൻ ചെയ്തിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ 19ാമത്തെ മൂവിയാണ്.